അന്ന് എനിക്ക് ഒരു ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് മനസ്സിലായി ദൈവം ഉണ്ടെന്നുള്ളൊരു കാര്യം. ആ ഒരു അനുഭവമാണ് എന്നെ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എപ്പോഴും പറ്റുന്ന രീതിയിലേക്ക് കർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ പേരൻസിനും റിലേറ്റീവ്സിനൊക്കെ ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഇപ്പോഴും ട്യൂമർ തലയിലുണ്ടല്ലോ എന്നുള്ളൊരു കൺസേണിൽ അവർ സൈസ് കൂടി കാണുമോ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഒരിക്കൽ കൂടി ഒരു മാസം കഴിഞ്ഞപ്പം ഒരാഴ്ചയും കൂടി MRI ചെയ്തു. പിന്നെ അവിടെ നിന്ന് റിസൾട്ട് വന്നപ്പം അതിലെനിക്ക് ഗ്രേഡ് 3 എന്തെന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തത്. അപ്പം ഡോക്ടേഴ്സ് എന്നെ സജസ്റ്റ് ചെയ്തു RCCയിൽ പോയി കാണിക്കാൻ. എന്നുവെച്ചാൽ കർത്താവിനെ അത്ര അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു ധൈര്യമാണ്. എൻ്റെ പേര് ജെയ്സൺ. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യ ലിവി, എൻ്റെ 5 മക്കളും ഇത് 6ാമത്തെ ആളും. മൂത്ത ആൾ ഇമാനുവൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ ആൾ ഇവാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3ാമത്തെ ആൾ ഐസക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാമത്തെ ആൾ ഇസബൽ ഈ കൊല്ലം LKGയിൽ ചേർന്നു. 5ാമത്തെ ആൾ ഐറിൻ, ആളിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. 6ാമത്തെ ആൾ ഐസായ 2 മാസമായിട്ടുള്ളൂ. ഞങ്ങളുടെ കൂടെ ലിവിയുടെ പാരൻസ് ഉണ്ട്, ലിവിയുടെ അപ്പച്ചനും അമ്മച്ചിയും. ഞാൻ ജനിച്ചു വളർന്നത് നാഗാലാൻഡിലാണ്. എനിക്കൊരു പെങ്ങളുണ്ട്. എൻ്റെ പാരൻസ് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു. ലിവി ഒറ്റമോളാണ്. ആളും ജനിച്ചു വളർന്നത് ബാംഗ്ലൂരാണ്. ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഞങ്ങൾ നയിക്കുന്നതിൻ്റെ കുറച്ച് കഥകൾ പറയാനായിട്ട് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നു. ഞാനിവിടെ ട്രിവാൻഡ്രത്തൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വൈഫ് ലിവി നേഴ്സാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പിള്ളേരെ നോക്കി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ ഫാമിലി മിനിസ്ട്രിയുടെ ഭാഗമാണ്, പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ ഭാഗമാണ്. ഇവിടെ പ്രൊഫഷൻസിൻ്റെ ഇടയിൽ ഫാമിലീസിനെ ടേക്ക് കെയർ ചെയ്യുന്നു. ഞാൻ ജനിച്ചു വളർന്നത് നാഗാലാൻഡിലാണല്ലോ. അപ്പോൾ അവിടെ നല്ലൊരു ടീച്ചേഴ്സിൻ്റെ ഒരു മകനായിട്ട് ജനിച്ചു വളർന്നു. ഭയങ്കര എക്സ്പെക്റ്റേഷൻസൊക്കെ ആയിരിക്കുന്നു. പൊതുവെ എല്ലാവരും നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പയ്യൻ. പക്ഷെ പഠിക്കാൻ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ കണക്കും സയൻസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എങ്ങനെയോ ഞാൻ പഠിക്കും. എക്സാംസിൽ എനിക്ക് അതിൽ വലിയ സ്കോറൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഒരു തടസ്സം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒത്തിരി എൻകറേജ് ചെയ്തില്ല സയൻസ് എടുക്കാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സയൻസ് എടുക്കണം, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എഞ്ചിനീയറിംഗ് എടുക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. ഇങ്ങനെ ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ +2ലേക്ക് പ്രവേശിക്കുന്നത്. +2ൽ സയൻസ് എടുത്തു. അത്യാവശ്യം നല്ലൊരു സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ക്ലാസ്സിൽ ആവറേജ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് +2 ആയപ്പോൾ, +1 കഴിഞ്ഞ് +2 ആയപ്പോൾ കണക്കൊക്കെ ഒത്തിരി ഞാൻ പഠിക്കാൻ തുടങ്ങി, ഒത്തിരി എഫേർട്ട് ഇടാൻ തുടങ്ങി. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഒത്തിരി പഠിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാർക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ +2 കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അത്ര നല്ല സ്കോർ ഉണ്ടായിരുന്നില്ല. ഞാൻ കഷ്ടിച്ചാണ് പാസ്സായത്. കണക്ക് പ്രത്യേകിച്ച് ഒത്തിരി സ്കോറില്ലായിരുന്നു. ഒരു 50% പോലും ഇല്ലായിരുന്നു. എന്നാലും ഒരു 2nd ക്ലാസ് കിട്ടി, ഞാൻ പാസ്സായി. ആ ഒരു അനുഭവം എന്നെ ഒത്തിരി തകർത്തായിരുന്നു. ദൈവം ഉണ്ടോ എന്ന് തന്നെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ തന്നെ എനിക്ക് ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതുകൂടി കഴിഞ്ഞപ്പോൾ ശരിക്കും ദൈവം ഇല്ല എന്നുള്ള ചിന്തയിലേക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നീട് ഞാൻ അവിടെ നിന്ന് നാഗാലാൻഡിൽ തന്നെ പാരൻസിൻ്റെ കൂടെ നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഡിഗ്രിയൊക്കെ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലേക്ക് ഞാൻ നിലനിന്ന് പോകുന്ന സമയത്ത് അപ്പൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഞാൻ, അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ വഴി, ആ ഒരു ഇൻഫ്ലുവൻസിലാണ് എന്നെ ബാംഗ്ലൂരിലേക്ക് വിടുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ ചെന്നു. അവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ കൂടുമായിരുന്നു. ആദ്യത്തെ കുറച്ച് നാളൊന്നും പള്ളിയിലൊന്നും പോയില്ല. പക്ഷേ നമുക്ക് ഞായറാഴ്ച പോകുന്നൊരു ശീലമുള്ളതുകൊണ്ട് ഞായറാഴ്ച ആകുമ്പോൾ പള്ളി പോകാൻ തുടങ്ങി. അവിടെ വെച്ച് കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടു. അവർ എന്നെ ഒരു പ്രേയർ മീറ്റിങ്ങിനായിട്ട് വിളിച്ചു. ജീസിയത്തിനൊരു പ്രേയർ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ആദ്യമൊക്കെ അവിടെ പോയി. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഒരു കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നീടാണെങ്കിലും കോളേജിൽ വെച്ച് എന്നെ കാണുമ്പോൾ അവരെൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും. കൂടുതലും സീനിയേഴ്സായിരുന്നു, എന്നെക്കാളും സീനിയറായ
ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു ജൂണിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ ഡിഗ്രി തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രി കഴിഞ്ഞ് ഡിസംബറൊക്കെ ആവുന്ന സമയത്ത് പല ആൾക്കാരും ഡിസംബർ വെക്കേഷനായിട്ട് നാട്ടിൽ പോയി. അപ്പോൾ എനിക്ക് നാഗാലാൻഡ് വരെ പോയിട്ട് വരുന്നത് ആ ഒരു സമയത്തിൽ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഫ്രണ്ട്സിൻ്റെ നിർബന്ധവും പിന്നെ അവരെനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് തന്നു. ഒരു ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന ഒരു കർണാടക ക്യാമ്പസ് മീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ കുറേ ടാസ്ക്സ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരുപക്ഷെ ഒരു സ്പിരിച്വൽ പ്രോഗ്രാമിന് വിളിച്ച് ഞാൻ വന്നില്ലെങ്കിലും കുറേ പണികൾ ഏൽപ്പിച്ചാൽ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചിലപ്പോൾ അത് അവരുടെ കൂടെ കൂടുന്നുള്ള പ്രതീക്ഷയിലാണ് അവരെന്നെ കൂട്ടിയത്. ഒരു പ്രോഗ്രാം ടീമിൻ്റെ ഭാഗമൊക്കെ ആക്കി ഞാൻ കുറേ ആക്ടിവിറ്റീസ് അവരുടെ കൂടെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം നടക്കുന്ന ദിവസങ്ങൾ ഡിസംബറിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലായിരുന്നു ഞാൻ പിന്നീട് കൂടുതൽ ആഴമായിട്ട് ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് വിചിന്തനം ചെയ്യാൻ തുടങ്ങി. പല ആൾക്കാരും പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ദാഹിക്കണം എന്നുള്ളൊരു കാര്യം എപ്പോഴും പറയും. പക്ഷെ ദാഹിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അവസാന പ്രോഗ്രാമിൻ്റെ ഇടയിൽ നമ്മൾ ഉദ്ദേശിച്ച കുറേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. അത് എന്നെ ഒത്തിരി തകർത്തു ഒന്നുകൂടി. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്പിരിച്വൽ പ്രോഗ്രാമിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പിന്നീടും കൂടുതൽ ചോദിക്കാൻ തുടങ്ങി, കർത്താവ് ദൈവം എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരാൻ തുടങ്ങി. എന്നാലും അവസാനത്തെ ദിവസം ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അറിയാതെ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് എപ്പോഴും ഞാൻ ഓർക്കും. ദൈവമേ, അങ്ങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങയുടെ ഒരു അനുഭവം കിട്ടണം. ഇവിടെ കാണുന്ന പല ആൾക്കാരിൽ കാണുന്ന ഈ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം എനിക്ക് വരണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അറിയാതെ എൻ്റെ മനസ്സിൽ നിന്ന് ആ പ്രാർത്ഥന പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ ഒരു പരിശുദ്ധാത്മാവ് അനോയിൻറ്റിങ് കുറേ അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ തലയിൽ കൂടെ കൈവച്ച് ഇങ്ങനെ പോകുന്നൊരു അനുഭവം. അന്ന് എനിക്ക് ഒരു ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് മനസ്സിലായി ദൈവം ഉണ്ടെന്നുള്ളൊരു കാര്യം. ആ ഒരു അനുഭവമാണ് എന്നെ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എപ്പോഴും പറ്റുന്ന രീതിയിലേക്ക് കർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നു കുടുംബമായിട്ട്. പക്ഷെ ആ ഒരു അനുഭവമാണ് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഇനിയുള്ള ജീവിതം ദൈവത്തിന് വേണ്ടി മാത്രം. എന്നെ ഈശോ ടച്ച് ചെയ്തത്, എനിക്ക് ഈശോയായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായത് ജീസസ് യൂത്തിൻ്റെ ഒരു 2009 നാഷണൽ ക്യാമ്പസ് മീറ്റ് ഹൈദരാബാദിൽ നടന്നായിരുന്നു. അപ്പം അവിടെ ഞാൻ കൺഫെഷൻ്റെ ഒരു സെഷൻ കേട്ടായിരുന്നു. എൻ്റെ ഹോളി കമ്മ്യൂൺ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ റെഗുലറി കൺഫസ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് അച്ഛനോടാണല്ലോ കുമ്പസാരിക്കുന്നത്. അപ്പം കുറേയൊക്കെ ഞാൻ പാപങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ പറയും, ഇച്ചിരിയൊക്കെ ഹൈഡ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ കുമ്പസാരത്തിൻ്റെ ഒരു നല്ലൊരു ബോധ്യം ആ ഒരു സെഷനിലൂടെയൊക്കെ കിട്ടിയപ്പം എനിക്ക് ഒത്തിരി ഇങ്ങനെ ആ ഒരു സന്തോഷത്തോടെയും ഞാൻ നന്നായിട്ട് ഒരുങ്ങിയാണ് ഒരു കുമ്പസാരം നടത്തിയത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പ്രായമായ ഒരു അച്ഛനായിരുന്നു. ഞാൻ കണ്ണടച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഒത്തിരി കരഞ്ഞ് വെള്ളമൊക്കെ ഒഴുകി. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണാരോ തുടച്ചു തന്ന പോലെ എനിക്ക് തോന്നി, ഫീൽ എനിക്ക് കിട്ടി. അത് പിന്നെ അങ്ങനെയാണ് ഈശോയായിട്ട് ഞാൻ ക്ലോസ് ആയത്. എൻ്റെ ആദ്യത്തെ ജീസസ് എൻകൗണ്ടർ അതായിരുന്നു. ദൈവാനുഭവം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവിതം കർത്താവ് എന്നുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ കർണാടക ക്യാമ്പസ് മിനിസ്ട്രിയിലൊക്കെ ഒത്തിരി സജീവമായിട്ട് ആക്റ്റീവായിരുന്നു. ആ ഒരു സമയത്ത് കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും സെറ്റിലായിട്ട് കല്യാണം കഴിക്കുന്നുള്ളൂ, ഫിനാൻഷ്യലി സെറ്റിൽ ആവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിൽ സെറ്റിൽ ആവണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആകെ ഒരു ബോധ്യം, കർത്താവ് വിളിച്ചതാണ്, ഞാൻ കല്യാണം കഴിക്കണം. അങ്ങനെ വേഗം തന്നെ കല്യാണം കഴിച്ചു. ഒരു 26 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ടൊരു ചെറിയ എന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ വൈഫ് നേഴ്സാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ അധികം താമസിക്കാതെ തന്നെ ഒരു ചെറിയ IELTS ഒക്കെ എഴുതി, നമ്മൾ ആക്ച്വലി IELTSന് പ്രിപ്പയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ വേഗം തന്നെ വിദേശത്തേക്ക് പോകുന്നുള്ള ചിന്തയിലാണ് ഇതെല്ലാം
കല്യാണമൊക്കെ എല്ലാവരും സമ്മതിക്കുന്നതും കല്യാണമൊക്കെ നടക്കുന്നതും. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള അനുഭവം ഉണ്ടായി. നമുക്കൊരു കുഞ്ഞ് മിസ്കാരേജ് സംഭവിച്ചു. കല്യാണം കഴിഞ്ഞ് അധികം നാൾ കഴിയാതെ കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ വെച്ചൊരു ബാംഗ്ലൂരിൽ നമ്മുടെ ഒരു ഫാമിലി മിനിസ്ട്രിയുടെ ഒരു ചെറിയ പ്രോഗ്രാം നമ്മുടെ എൽവിസ് കോട്ടൂരൻ ചേട്ടനൊക്കെയാണ് വന്ന് ആ ഒരു സെഷനൊക്കെ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് ഒരു പക്ഷേ കല്യാണം കഴിച്ച് കുറച്ച് സമയമായെങ്കിലും ശരിക്കും ഞങ്ങൾ തമ്മിലൊരു ഓപ്പൺ ഡിസ്കഷനൊക്കെ സംഭവിക്കുന്നതും ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത് പോയ ഒരു കാര്യമാണ് വിദേശത്ത് പോകുന്നത് ശരിക്കും ഒരു ആവശ്യമാണോ എന്ന് വെച്ചാൽ എല്ലാവരും പോകുന്നതിൻ്റെ പേരിൽ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് ഞങ്ങളെ അല്ലാത്തൊരു ഡയറക്ഷനിലേക്ക് നയിക്കുന്ന പോലെ തോന്നി. പിന്നീട് ഒരു ചെറിയൊരു ജനിച്ചു വളർന്ന് പുറത്താന്ന് പറഞ്ഞല്ലോ, എന്നാലും ഞങ്ങളുടെ ഒരു പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം നാട്ടിൽ വന്ന് ജീവിക്കണം, പിള്ളേരെ ശരിക്കും നാട്ടിൽ വളർത്തണം. അന്ന് ഇന്ന് ഞാൻ വിചാരിക്കുന്നു കർത്താവ് നയിച്ച് എത്തിയ ഒരു നാടാണിത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നും എനിക്കറിയില്ല, പക്ഷെ കർത്താവ് വിളിച്ചതാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് സെറ്റിലായി. അത് കഴിഞ്ഞാണ് പിന്നീട് ഞങ്ങൾക്ക് ആദ്യം ഇതൊരു കുഞ്ഞുണ്ടാവുന്നതും. ഇൻഫാക്റ്റ് കുഞ്ഞ് ക്യാരിങ് ആയപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് തീരുമാനം എടുക്കുന്നത് ഒരാളെങ്കിലും പിള്ളേർക്ക് വേണ്ടി മാറി നിൽക്കണം. അങ്ങനെ ലിവി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ടെക്നോ പാർക്കിൽ തന്നെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനിലേക്ക് തിരിയാനായിട്ട് തുടങ്ങുമായിരുന്നു. അവിടെ ഒരു ചെറിയ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിവി ക്യാരിങ് ആയത്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു മിസ്കാരേജ് കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് 2-2.5 വർഷത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ക്യാരിങ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ എടുത്തൊരു തീരുമാനമാണ് ലിവി ജോലിക്ക് പോകുന്നില്ല എന്നൊരു തീരുമാനം എടുത്തതും. പിന്നീട് ഞങ്ങളിങ്ങനെ അങ്ങ് തുടർന്ന് പോയതും. ഇവിടെ മിനിസ്ട്രിയിലൊക്കെ ഒത്തിരി ആക്റ്റീവായിരുന്നു. ഞങ്ങളിവിടെ എൻ്റെ എക്സ്പോഷർ യൂത്തിൻ്റെ കൂടെ ആയിരുന്നു. ഇവിടെ ആണെങ്കിലും യൂത്ത് മിനിസ്ട്രിയുടെ കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ. റീസെൻ്റായിട്ട് ഇപ്പോൾ നമ്മളിവിടുത്തെ ഫാമിലി മിനിസ്ട്രിയുടെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോട് കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് നയിച്ചു പോകുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഞങ്ങൾ 5ാമത്തെ ഒരു അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും 7 പിള്ളേരുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 6 പിള്ളേരുണ്ട്. അപ്പോൾ 5ാമത്തെ കുഞ്ഞ് ക്യാരിങ് ആയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ചെറിയൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായത്. ലിവി ഒരു 6 months പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഫിറ്റ്സൊക്കെ വന്ന് സീഷറൊക്കെ ആയി. രാത്രി ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിറ്റായി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലിവിക്ക് ഒരു ചെറിയ ട്യൂമർ ഉണ്ട്. അത് ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടുള്ള അനുഭവമായിരുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ കർത്താവ് അതിൽ കൂടെയൊക്കെ ഞങ്ങൾ നയിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ദൈവാനുഭവം കൂടുതൽ അനുഭവിക്കാനൊരു അവസരമായി മാറി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാൻ 5ാമത് പ്രഗ്നൻ്റ് ആയപ്പം 6ാം മാസത്തിൽ ഒരു ദിവസം എനിക്ക് ഫിക്സ് വന്നു രാത്രിയിൽ. എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഫിക്സ് ആയതുകൊണ്ട് അവരൊരു MRI ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ MRI ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ MRI ചെയ്തു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നപ്പം എൻ്റെ ബ്രെയിനിൽ ഒരു ചെറിയ ട്യൂമർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പം പക്ഷെ ആ ന്യൂറോ ഡോക്ടർ പറഞ്ഞത് ഡെലിവറി കഴിഞ്ഞിട്ട് സർജറി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഗൈനക്കോളജിസ്റ്റിന് ഇതെൻ്റെ 5ാമത്തെ പ്രഗ്നൻസിയാണ്, ആദ്യം ഒരു സിസേറിയൻ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ മുമ്പ് നോർമലാണ്, ഇതൊരു റിസ്ക് ഉള്ളൊരു ഇതാണ്, കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യും, അങ്ങനെ കുറേ ഞങ്ങളൊക്കെ പേടിപ്പിച്ചായിരുന്നു. പക്ഷെ ന്യൂറോ ഡോക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും പ്രൊസീഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഫുൾ ടേമിൽ തന്നെ ദൈവാനുഗ്രഹത്താൽ ഈശോ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നു. കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് ഞങ്ങളുടെ പേരൻസിനും റിലേറ്റീവ്സിനൊക്കെ ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഇപ്പോഴും ട്യൂമർ തലയിലുണ്ടല്ലോ എന്നുള്ളൊരു കൺസേണിൽ അവർ സൈസ് കൂടി കാണുമോ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഒരിക്കൽ കൂടി ഒരു മാസം കഴിഞ്ഞപ്പം ഒരാഴ്ചയും കൂടി MRI ചെയ്തു. അപ്പോൾ അതിൽ നോക്കിയപ്പം സൈസ് കൂടിയിട്ടുണ്ട്, ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വേറൊരു ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങൾ സർജറി അവിടെ ചെയ്യും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോഴാണ് കുറേ പേര് സജസ്റ്റ് ചെയ്തത് ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് ശ്രീചിത്ര. പക്ഷേ അവിടെ നമുക്ക് ഒരു സർജറിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ വളരെ പാടാണ്, റെഫറൻസ് അങ്ങനെയൊക്കെ വേണം. പക്ഷേ എങ്ങനെയോ അവിടെ സർജറി ചെയ്യാൻ കഴിഞ്ഞു. സർജറി ചെയ്ത് ട്യൂമർ എടുത്ത് അത് ബയോപ്സിക്ക് അയച്ചു. പിന്നെ അവിടെ നിന്ന് റിസൾട്ട് വന്നപ്പം അതിൽ എനിക്ക് grade 3 എന്തെന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തത്. അപ്പം ഡോക്ടേഴ്സ് എന്നെ സജസ്റ്റ് ചെയ്തു RCCയിൽ പോയി കാണിക്കാൻ.
എന്നിട്ട് അങ്ങനെ അവിടെ RCC പോയി. അവരവിടെ പിന്നെയും MRI ഒക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ റേഡിയേഷൻ തെറപ്പി വേണം, കീമോ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 ഇയർ, ഒരു 33 ഡേയ്സ് റേഡിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ഇയർ കീമോ തെറപ്പികളോടെ ഞാൻ എൻ്റെ ഫാമിലി കടന്നുപോയി. ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയപ്പോഴും പാനിക് ആവാണ്ടിരുന്നത്, ഞാൻ എൻ്റെ മനസ്സിലോർക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ അസുഖം എനിക്ക് ഡയഗ്നോസ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ആകെ ചിന്ത ഇതാണ്: ഈശോ ഗെത്സമനിയിൽ വെച്ച് അപ്പനോട് പറഞ്ഞൊരു കാര്യമാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് കളയണമേ, പക്ഷേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഞാൻ ഈ സെയിം കാര്യമാണ് അപ്പനോടും ആ സമയത്ത് പറഞ്ഞത്. ആ ഒരു ഇതിൽ തമ്പുരാൻ എന്നെ നയിച്ചു. ഒരു കുഴപ്പവുമില്ലാണ്ട് ആ ട്രീറ്റ്മെൻറ്റിൽ മനോഹരമായ ഈശോനെ, ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം ഉണ്ടായാലും ഞങ്ങൾക്കത് അതിജീവിക്കാൻ സാധിച്ചു. അത് ഈശോയുടെ സാന്നിധ്യവും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടം അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു അനുഭവമായിരുന്നു, ഒരു അത്ഭുതം തന്നെയായിരുന്നു. അത്ഭുതം ഉറപ്പായിട്ടും ലിവിയുടെ അസുഖമൊക്കെ മാറി ഇപ്പോൾ നോർമലായിട്ട് തന്നെ ജീവിക്കുന്നു. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു 6ാമത്തെ കുഞ്ഞ് ഉണ്ടായിരുന്നു. ആളിപ്പോൾ ഒരു 2 മാസം ആവുന്നു. പക്ഷെ അതിനേക്കാളും അത്ഭുതമായിട്ടുള്ളൊരു കാര്യം, ഞാനൊന്ന് വ്യക്തി അതെങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഞാനും എൻ്റെ ഭാര്യയും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, കോവിഡൊക്കെ കഴിഞ്ഞ് ഒന്ന് റിക്കവറായ സമയമാണ്. ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റായിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്താണ് ഞങ്ങൾക്ക് 5ാമത്തെ കുഞ്ഞുണ്ടാവുന്നത്. എല്ലാവർക്കും ഒരു ചോദ്യമായിരുന്നു, ഇവരെന്ത് വിചാരിച്ചാണ് 5ാമത്തെ കുഞ്ഞ് ഫിനാൻഷ്യലി ടൈറ്റാന്നുള്ള കാര്യം. എൻ്റെ റിലേറ്റീവ്സും ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. പക്ഷെ ദൈവം തന്നൊരു ദാനമാണ്. നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങണ സമയത്താണ് ഈ ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവിക്കുന്നത്. അന്ന് ആദ്യം ആ ഫിറ്റ്സ് വന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പാനിക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ഡോക്ടേഴ്സിനെ വിളിച്ചു. എനിക്ക് ഓർമ്മയുള്ളത് ഡോക്ടർ ഫിൻറ്റോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഫിൻറ്റോ പറഞ്ഞു, ഇത് ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് ഫിറ്റ്സ് വന്നതാണ്, പേടിക്കാനൊന്നുമില്ല, കൊച്ചിനൊന്നും സംഭവിക്കില്ല. ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമാണ് കിട്ടിയത്. കർത്താവിൻ്റെ കയ്യിലാണ് ഇതെന്നുള്ളൊരു ധൈര്യം. ഞാൻ അതിനേക്കാൾ ഇത്തിരി മുന്നോട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ ആ കോവിഡ് കഴിഞ്ഞ് ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് എറണാകുളത്തായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നു. അപ്പോൾ ഇത്തിരി ഒരു സ്പിരിച്വലി ഫിനാൻഷ്യലി എല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ദൈവകൃപയാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് പെട്ടെന്നൊരു കുറച്ച് നാളായിട്ട് ഒരു ആകർഷണം തോന്നിയായിരുന്നു നമ്മുടെ ഡാനിയലച്ഛൻ്റെ കുറേ ടോക്സ് കേൾക്കാനും. അച്ഛൻ പഠനങ്ങൾ കുറേ ടോപ്പിക്കായിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ വീട്ടിൽ അന്നൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ ആ ടോക്സ് ഇട്ടേക്കുവാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് കേൾക്കുന്നുണ്ട്, കുറേ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മൾ സെക്കൻഡ് സാറ്റർഡേയ്സ് റെഗുലറായിട്ട് നമ്മുടെ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ആ ടീച്ചിങ് ഭയങ്കര ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്ന കുറേ കാര്യങ്ങൾ മനസ്സിൽ കയറി എന്നുള്ള കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൽ പോയി ഡയഗ്നോസിസ് മനസ്സിലായി, നമ്മൾ തിരിച്ചു വന്നു. ഇനിയുള്ള സമയം കുഞ്ഞ് ജനിക്കുന്നവരെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥനയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുർബാനയൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സ് തൊട്ടറിഞ്ഞ് കുർബാനയെ കൂടി അന്ന എന്നുവെച്ചാൽ കർത്താവിനെ അത്ര അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു ധൈര്യമാണ്. ഒരു ഡിസ്റ്റർബൻസും നമ്മളെ ബോധം ചെയ്യുന്നില്ല. കുർബാന കൂടുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമൊക്കെ ആയിട്ട് അഡോറേഷൻസ് ഒക്കെ വയ്ക്കുമായിരുന്നു. എത്ര ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കില്ല. പ്രാർത്ഥനയാണ് ഞങ്ങൾ ജീവിച്ചു പോയത്. എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ജീവിതത്തിലുള്ള ഈ ഫ്രണ്ട് സർക്കിളാണെങ്കിലും ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളൊരു അനുഭവം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഈ നമ്മുടെ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ ഒരു കാര്യം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു കാര്യം. കേട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ശരിക്കും അത് നമ്മളറിയാതെ തന്നെ നിലവിളിച്ച് പോകുന്ന ഒരു അവസ്ഥയും ആ ഒരു പ്രാർത്ഥനയും എന്നുവെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത് ശരിക്കും കർത്താവിനെ തൊട്ടറിയുക. ആ ഒരു അനുഭവം ഒരുപക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അനുഭവം ഇപ്പോഴും ഇല്ല. പക്ഷെ എന്നാലും അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടിൽ ആ ഒരു കർത്താവ് അടുത്തുണ്ട് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കർത്താവ് ഉണ്ടെന്നുള്ളൊരു അനുഭവമാണ് എല്ലാത്തിലും മുന്നോട്ട് നീക്കുന്നത്. പിന്നീട് സർജറി ചെയ്യാനായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഫിനാൻഷ്യലി നമുക്ക് ഇത്തിരി ടൈറ്റാണ്. അതിനേക്കാളും ഉപരി എവിടെ ചെയ്യും,
കറക്റ്റ് ഡോക്ടറിന് കിട്ടണം. അപ്പോൾ നമ്മൾ ശ്രീ ചിത്രയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിക്കില്ല എന്നൊക്കെ ഒരു സിറ്റുവേഷനിലെത്തിയായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ലിവിയുടെ ഒരു അമ്മയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി ശ്രമിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഇടവകയിൽ അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരാളെ അറിയാം, ആളെ വിളിച്ചിട്ട് കുറേ നാളായി, പക്ഷെ ആൾ ഫോൺ എടുക്കുന്നില്ല, ഞാൻ ഒന്നുകൂടി ശ്രമിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വെച്ച് ശ്രമിച്ചായിരുന്നു. അന്ന് ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ പിന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ഡോക്ടർ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ച ആൾ തിരിച്ചു വിളിച്ചു, ഡോക്ടറാണ്, പോയി കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രീ ചിത്രയിൽ പോകുന്നതും. പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മൾ സർജറിയൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് അറേഞ്ച് ചെയ്യുന്നു. കൊച്ചിനെ പെട്ടെന്ന് നമ്മൾ മാമോദിസ മുക്കുന്നു, സർജറിക്ക് പോകുന്നു. സർജറി കഴിഞ്ഞാലും നമ്മളോട് പറഞ്ഞൊരു രീതി വെച്ചിട്ട് ലിവിയുടെ റിക്കവറി ടൈം കൂടുതലായിരിക്കേണ്ടതായിരുന്നു. പക്ഷെ ലിവി നമ്മൾക്ക് വിചാരിക്കുന്നതിനും പെട്ടെന്ന് റിക്കവറായി വരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന എല്ലാം ഓക്കെയാണ്. ബയോപ്സി റിസൾട്ട് വന്നിട്ടില്ല. ബയോപ്സി റിസൾട്ട് ഞാൻ മേടിക്കാനായിട്ട് പോയി നിൽക്കുന്ന സമയത്ത് ഇത് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു ചിന്തയിൽ ഞാൻ ആ ബയോപ്സി റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ അത് ഗ്രേഡ് 3 ആണെന്ന് പറഞ്ഞു. ഗ്രേഡ് 3 റിക്കവർ ചെയ്ത് വരാൻ ഭയങ്കര പാടാന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ ഡോക്ടേഴ്സിനോട് പോയി പറഞ്ഞു. പിന്നീട് ഡോക്ടേഴ്സ് അവർ നമ്മളെ RCCയിലേക്ക് റെഫർ ചെയ്യുന്നു. RCCയിൽ ചെന്നപ്പോഴാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഇങ്ങനെ ഒരു കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് ഇടയിലാണെങ്കിലും റേഡിയേഷന് പോകുമ്പോഴും കീമോ ഡ്രഗ്സൊക്കെ ലിവി കൺസ്യൂം ചെയ്യുമ്പോഴും അത്രയധികം സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പല ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിവിക്ക് അത്രയും സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞാണെങ്കിലും ആൾ അത്യാവശ്യം നോർമൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുന്നൊരു വാർണിംഗ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ അല്ലാതെ തന്നെ ലിവി നോർമലായിട്ട് തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ മറന്നു തന്നെ പോകും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ ഒരു ആഴം, അതൊരു സംഭവമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ നമ്മൾ വചനത്തിൽ ഒത്തിരി കേൾക്കുന്നുണ്ട്. പൗലോസ് എപ്പോഴും പറയുന്നതാണ്, എന്ത് സംഭവിച്ചാലും കാറ്റോ കടലോ മഴയോ ദുരന്തോ ഇതൊന്നും പ്രശ്നമല്ല, കർത്താവാണ് എല്ലാം. അത് കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് തൊട്ടറിഞ്ഞപ്പോഴാണ് എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും അതൊരു അനുഭവമായി. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ മതി. നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാം, കാരണം അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും അതൊരു ബുദ്ധിമുട്ടുള്ള വേറൊരു ഘട്ടമായിരുന്നു. എന്നാലും കർത്താവ് നയിക്കും എന്നുള്ള ആ ഒരു ധൈര്യം മുന്നോട്ട് അങ്ങ് നീക്കാൻ തുടങ്ങി. പിന്നീട് നമ്മൾ മിനിസ്ട്രിയുടെ കുറച്ച് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങി. ഞങ്ങളുടെ ഒരു അവൈലബിലിറ്റി ഒരു വലിയ പ്രശ്നമായി തുടങ്ങി. കാരണം ട്രീറ്റ്മെൻറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ പിള്ളേർ 5 പേരുണ്ട്. പക്ഷെ നമ്മൾ മിനിസ്ട്രിയുടെ കാര്യങ്ങളിലൊക്കെ യെസ് പറയുന്ന സമയത്ത് ഈ ഒരു ധൈര്യമാണ്, കർത്താവാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ കർത്താവ് വിളിച്ച ഒരു കാര്യത്തിലേക്ക് നമ്മളങ്ങ് മുന്നോട്ട് നീങ്ങുവാണ്. അത് കർത്താവ് ക്രമീകരിച്ചോളും എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുന്നു. പക്ഷേ ഒരുപക്ഷെ എനിക്ക് ഒത്തിരി ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല, ആൾക്കാരും നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നതും ആ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ചലിക്കുന്നതും. ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരു വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന പോലെയാണ്. ഞാൻ എൻ്റെ ഫുൾ ടൈംഷിപ്പ് സമയത്ത് അനുഭവിച്ചൊരു കാര്യമുണ്ട്. ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമായിട്ടൊരു കാര്യം പറയാം. ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് കയറി ചെല്ലാനൊരു വീടുണ്ട്. ഇവിടെ ആണെങ്കിലും ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ആരെങ്കിലുമൊക്കെ വന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു, ഇപ്പോഴും ആണ്. അപ്പോൾ ഈ ഒരു വലിയൊരു സഭയുടെ ഭാഗമായിരിക്കുമ്പോഴും ഇപ്പം ഞങ്ങളുടെ ഇടവകയിലാണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നത് നാഗാലാൻഡിലായിരുന്നു. ലിവി ജനിച്ചു വളർന്നത് ബാംഗ്ലൂരാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ എന്തുമാത്രം സ്നേഹം ഞങ്ങൾ അനുഭവിച്ചെന്ന് ഞങ്ങൾക്കൊരു കണക്കില്ല. അങ്ങനെ കർത്താവ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുവാണ്. അതൊരു പറഞ്ഞാൽ തീർക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ആമേൻ. ദൈവം ഉണ്ടോയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ദൈവാനുഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുള്ളൂ എന്നുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങളുടെ കുടുംബം ഞങ്ങളും ഞങ്ങളുടെ മക്കളും മാത്രമല്ല, ഞങ്ങളുടെ പാരൻസും ഞങ്ങളുടെ റിലേറ്റീവ്സും മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ സഭ നമ്മുടെ ഒരു കുടുംബമാണ്. ഞങ്ങളുടെ ജീസസ് കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ഒരു കുടുംബമാണ്. ഞങ്ങളുടെ പിള്ളേരൊക്കെ വളരുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, ഈ ഒരു കമ്മ്യൂണിറ്റിയിലാണ്, നമ്മുടെ ഇടവകയിലാണ്. ആ ഒരു അനുഭവം
നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചെന്ന് ഞങ്ങൾ നന്ദി പറയുന്നു.